പെസഹായൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. എന്നാലും അന്നെടുത്ത വീഡിയോ എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പെസഹായ്ക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓടി പിടിച്ച് നമ്മൾ ലുലുവിൽ പാത്രം വാങ്ങിക്കാനായിട്ട് വന്നു. ഈ പാത്രം വാങ്ങിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെസഹ പാൽ പുതിയ പാത്രത്തിലാണ് നമ്മൾ എപ്പോഴും കാച്ചി എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു പാത്രം പുതിയത് വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് വാങ്ങിച്ച് ഇനി വീട്ടിൽ പോയിട്ട് വേണം എല്ലാം റെഡിയാക്കാനായിട്ട്. ഓൾറെഡി ഈവനിങ് സമയമായി. അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാർ ക്ലീൻ ചെയ്യാൻ ഒരാളോട് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. പക്ഷേ നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പം ആ മനുഷ്യൻ കാറൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കുവാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലെന്ന് പറഞ്ഞു എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ച് തന്നായിരുന്നു. അപ്പം കാറും നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ആ മനുഷ്യൻ നമുക്ക് ചെയ്ത് തന്നു കേട്ടോ. അപ്പം ഇവിടെയാണെങ്കിൽ പോലും ചില നല്ല മനസ്സുകളെ നമുക്കിങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. വീട്ടിൽ വന്ന് തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് പാലൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കണം, അപ്പമൊക്കെ മുറിക്കണം. അപ്പം മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രെയർ കൂട്ടായ്മയിലും പോയി അപ്പം മുറിക്കാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു വട്ടയപ്പം കൂടെ ഞാൻ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ലാൽബിച്ചൻ അപ്പത്തിലും പാലിലൊക്കെ വെക്കാനായിട്ടുള്ള കുരിശൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കുരുത്തോല വെച്ചിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ കുരുത്തോല പോലത്തെ അല്ല, ഇത് നമ്മുടെ ഇവിടുത്തെ ഇന്തപ്പനയുടെ ഓലയാണ് കേട്ടോ. അപ്പം നമ്മുടെ അപ്പത്തിൽ ഒരു അടിപൊളി കുരിശൊക്കെ വെച്ചു പ്രാർത്ഥനയോടുകൂടി. ഇനി നമ്മൾ അപ്പം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അപ്പമൊക്കെ കട്ട് ചെയ്ത് പ്രായത്തിന് മൂത്തവർക്ക് ആദ്യം കൊടുത്തു. നമ്മളെല്ലാം അപ്പമൊക്കെ കഴിച്ചു. ഇനി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നാളെ ഡ്യൂട്ടി ഉണ്ട്. എന്തായാലും ഇവിടെ ഈ പെസഹായ്ക്കും ഗുഡ് ഫ്രൈഡേക്കൊന്നും ഓഫൊന്നും ഇല്ലാത്തത് കൊണ്ട് നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഈസ്റ്റർ വരുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.